നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ എന്നൂർ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അതായത് നമ്മൾ അധ്വാനിച്ച പൈസ ഒന്നും നമ്മുടെ രാജ്യത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുതയായിട്ട് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റുക എന്നുള്ളതിലേക്ക് നാം ഒരു മുതലക്കൂപ്പ് നടത്തുന്നുണ്ടോ എന്നൊരു സംശയം. പലർക്കും അറിയാത്തൊരു രഹസ്യത്തിലൂടെ നമ്മൾ അല്പം നേരം സംസാരിക്കേണ്ടതുണ്ട്. അതായത് ഒരു രാജ്യം തകരാൻ വേണ്ടിയിട്ട് മറ്റൊരു രാജ്യം പല രീതിയിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് ഈ ലോകത്ത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. ഇതിനാണ് ഫിത്ന, ഫസാദ് എന്നൊക്കെ റസൂൽ പറഞ്ഞത്. ഇവിടെ എല്ലാ കുറ്റവും റസൂലാണ് നിങ്ങളെ സാമ്പത്തികമായി തകർത്തിട്ടുള്ളത് എന്നുള്ളതിൽ എത്തി നിൽക്കാറില്ല. ഇതിലും മീതെ മണ്ടത്തരം വേറൊന്നുമില്ല. റസൂൽ പറഞ്ഞാണോ നിങ്ങളോട് 10 കോടി റുപ്യയുടെ കാർ എടുക്കുക, അല്ലെങ്കിൽ 5 കോടി റുപ്യയുടെ കാർ എടുക്കുക, മത്സര ബുദ്ധിയോടുകൂടി ജീവിക്കുക, 2 നില ബിൽഡിങ്ങിന് പകരം 4 നില കെട്ടുക. ഇതൊന്നും തികഞ്ഞില്ലെങ്കിൽ പിന്നെ എത്തീമക്കളുടെ മുതലൊക്കെ എങ്ങനെയും വെട്ടിപ്പിടിക്കുക. ഇതൊക്കെ റസൂൽ പറഞ്ഞാണോ നിങ്ങളോട്? അല്ലെങ്കിൽ അന്യരാജ്യത്തിൻ്റെ പൈസ എടുത്തിട്ട് പെരുമാറുക. ഇതൊക്കെ തന്നെ അശാസ്ത്രീയമാണ്. ഇത് നിയമവിരുദ്ധമാണ്. ഇവിടെ സംസാരിക്കുന്നത് ഒരു പ്രധാന പോയിൻ്റാണ്. അതായത് മിസ് ഗവൺമെൻറ്റിസം എന്നുള്ളതിനെ പറ്റിയാണ്. എന്താണ് മിസ് ഗവൺമെൻറ്? ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ഗവൺമെൻറ് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കണം എന്നൊരു നിയമവുമുണ്ട്. ഇതിന് അസാധ്യമായ വിധത്തിൽ വരുമ്പോൾ അതേ രാജ്യത്തിൻ്റെ ആളുകൾ ആ ഗവൺമെൻറ്റിനെതിരെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് നിരത്തിലിറങ്ങുന്നതിനെയാണ് മിസ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതായത് ഈ നിരത്തിലിറങ്ങിയ ജനങ്ങളെ അടിച്ചൊതുക്കേണ്ട ഒരു ചുമതല മേൽപ്പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മേൽ വരുന്നു ഓട്ടോമാറ്റിക്കായിട്ട്, അല്ലെങ്കിൽ വരുത്തുന്നു. ഇവിടെ ഭരിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇത് പെട്ടെന്ന് സംഭവിക്കും. മനസ്സിലായേ? പിന്നെ പൊതുജനങ്ങളെ അടിച്ചു നിരത്തുക. അതായത് ഈ ഗവൺമെൻറ് പറഞ്ഞത് കേൾക്കാത്ത അതേ രാജ്യത്തെ ആളുകളെ തങ്ങളുടെ കയ്യിലുള്ള അത്യാധുനിക വെപ്പൺസൊക്കെ ഉപയോഗിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയോ ബോംബിട്ട് നിരത്തുകയോ ചെയ്യുക. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിലേക്ക് ഇന്ത്യ മുന്നേറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇപ്പോൾ. അതായത് ഭരണകൂടത്തിലിരിക്കുന്നവർ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പൊതുവിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളതല്ല. ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്തതിൻ്റെ അർത്ഥം? നിങ്ങൾ ആരോ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ഇതിൻ്റെ സത്യസന്ധമായ ഒരു വസ്തുത. ഇതൊരു മിസ് ഗവൺമെൻറ്റിസത്തിലാണ് കാൽവെക്കുന്നത്. അതായത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ ഇതിൽ പ്രതിഫലിച്ച് കാണുന്നില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വെക്കാൻ പൈസ ഒന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. കേരളത്തിന് മികച്ച ഒരു പൈസ കണ്ടുകൊണ്ടൊന്നും കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കാൻ തികയുന്നില്ല. പിന്നെയാണെങ്കിലോ പാവപ്പെട്ട ആളുകളുടെ ഒരു കാര്യങ്ങളും നടക്കുന്നുമില്ല. ഇവിടെ അരി കൊടുത്താലും വേണ്ട, തുണി കൊടുത്താലും വേണ്ട എന്നിങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതൊരു ബലമായ സംശയം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ പിന്നെ എന്താ സംഭവിക്കാറോ? ആ ഗവൺമെൻറ്റിന് ഭരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ പട്ടാളം ഇറങ്ങി ഭരിക്കുക എന്നതാണ് ഇന്ത്യൻ നിയമം. ഇങ്ങനെ പട്ടാളം ഇറങ്ങി ഭരിക്കുമ്പോൾ ആ പട്ടാളത്തിന് ഈ പൊതുജനങ്ങളെ അടിച്ചമർത്തിയ പിന്നെ മാർഗമുള്ളൂ. അതായത് കൊന്നുകൂട്ടുക എന്നർത്ഥം. പിന്നെ ഗവൺമെൻറ് ഇല്ല, മിസ് ഗവൺമെൻറ്. അതാണ് ഇവിടെ ഇന്ത്യൻ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധ്യമല്ല. ചില മണ്ടന്മാർ പറയുന്നത് എന്ത് പണിയാണ് ഈ അംബേദ്കർ കാണിച്ചത്? അതൊക്കെ ഹിന്ദു മതക്കാരാണെന്ന് അങ്ങ് എഴുതി വെച്ചാൽ പറയും. അതെങ്ങനെയാണോ സാധിക്കുക? ഇവിടെ ഒരുപാട് ജനങ്ങളില്ലേ, എല്ലാ രാജ്യത്തും അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? എന്താണ് അദ്ദേഹത്തെ കുറ്റം പറയാനോ ഒന്നും അറിയാത്ത ഈ ആളുകൾ, തെങ്ങുകയറ്റ സമിതികൾ, പിന്നെന്താണ് കല്ലുവെട്ട് ഭാരവാഹികൾ, ഇവരൊക്കെയാണോ നിയമം എഴുതിയിട്ടുണ്ടാക്കിയിരിക്കുന്നത്? ഇവരുദ്ദേശിക്കുന്ന പോലെയാണോ നിയമം എഴുതാൻ സാധിക്കുക? പഴയ കാലത്തുള്ളവരുടെ മുതൽ മുഴുവൻ അതാത് കാലത്തെ ആളുകളുടെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ അതാത് ആധാരത്തിൻ്റെ അനുസരിച്ചാണല്ലോ അതുണ്ടാവുക. അല്ലാതെ അംബേദ്കർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ പുറത്തുനിന്ന് ബ്രിട്ടീഷുകാർ വന്നിട്ട് അംബേദ്കറെ നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതിയാൽ മതി, ഞങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതൊന്നും സംഭവിച്ചിട്ടില്ല.
അപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ അങ്ങനെ. മനസ്സിലായി? ഇസ്ലാം മതം റസൂൽ കൊണ്ടുവരുമ്പോൾ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു തത്വമാണ് ഇസ്ലാമികം എന്ന് പറയുന്നത്. അനേക രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളതാണ് ആ പോസ്റ്റ് മോഡേണിസത്തിലൂടെ സംഭവിച്ചത്. ഇന്ന് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രസ് മെറ്റീരിയൽസും അതുപോലെ നിങ്ങളുടെ അലങ്കാരപ്രദമായ ജീവിതവും ആക്കി മാറ്റിയത് നിങ്ങളാണ്. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതൊരു മിസ് ഗവൺമെൻറ്റിസത്തിൻ്റെ ഒരു രൂപരേഖയാണ് ഞാനീ പറയുന്നത്. പിന്നെ ഈ ഗവൺമെൻറ് ആരെ ഊന്നിക്കൊണ്ട് ജീവിക്കുന്നു അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അടിച്ചൊതുക്കിയതായിട്ടാണ് നമുക്ക് പല രാജ്യത്തും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മെത്തേഡിലേക്ക് പോവുകയാണോ ഭരണകൂടം ചെയ്യേണ്ടത് അഥവാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. ആവശ്യത്തിലധികം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒരു രാജ്യത്തിന് അഭികാമ്യമല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് തന്നെയാണ്. അതുകൊണ്ട് ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.